ഹല്ലേലൂയ, സ്തോത്രം. Praise God. Amen. Hallelujah. അതിൻ്റെ ഹല്ലേലൂയ 10ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ, നീ എൻ്റെ ദൈവമാകുന്നുവല്ലോ, നിന്റെ നല്ല ആത്മാവ് നേർനിലത്തിൽ എന്നെ നടത്തുമാറാകട്ടെ. Teach me to do your will, for you are my God. Your spirit is good. Lead me in the land of uprightness. ഹല്ലേലൂയ, സ്തോത്രം. നമുക്കൊക്കെയും ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ വളരെ ആഗ്രഹവും ഇഷ്ടവുമുള്ള മനുഷ്യരാണ് നമ്മളൊക്കെയും. We are all individuals who want to do the will of God, who want to please God. ആമേൻ. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നതായ പ്രിയപ്പെട്ടവരെ ഹല്ലേലൂയ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ, ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആത്മനദിയെക്കുറിച്ചാണ്. ഹല്ലേലൂയ, അത് ദൈവത്തിന് ഹല്ലേലൂയ സ്തോത്രം സഭയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഒരു ഇഷ്ടമാണ്. ഹല്ലേലൂയ, ആത്മനദിയിൽ ഹല്ലേലൂയ നിറയപ്പെടുക, അല്ലെങ്കിൽ അരയോളമല്ല മുട്ടോളമല്ല നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വഹിയാത്തതായ ഒരു ആത്മ സാന്നിധ്യമാണ് സഭയെക്കുറിച്ച് ദൈവം ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. There is one thing that we must understand, that as a church we are the expectation of God is that we would be led by the guidance of the Holy Spirit. As the river of the Holy Spirit flows and leads us, that we would be submitting to that guidance of God. സങ്കീർത്തനക്കാരനായ ദാവീദ് ഇത് എഴുതുന്നത് തൻ്റെ വളരെ ബുദ്ധിമുട്ടേറിയ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് ഈ 143ാമത്തെ സങ്കീർത്തനം പാടുവാൻ തൊക്കെ ഇടയായി തീർന്നത്. When we consider Psalm 143, it is one in which David has been guided by God to write this psalm. ആമേൻ. ഇങ്ങനെ പറയുന്നുണ്ട്, അതിൻ്റെ 8ാമത്തെ ഭാഗത്തിൽ കാണുന്നു: രാവിലെ നിന്റെ ദയ എന്നെ കേൾക്കുമാറാക്കണമേ. In fact, we read here in verse 8, we're reminded, cause me to hear your loving kindness in the morning. ഇന്ന് പകൽക്കാലം ദാവീദ് ദൈവത്തിന്റെ ദയയെക്കുറിച്ച് കേൾക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ്. We know that David is a man of God who wishes to hear the voice of God. എങ്ങനെയാണ് ദൈവത്തിന്റെ ദയ നമുക്ക് മനസ്സിലാക്കുവാൻ തൊക്കെ ഇടയായി തീരുന്നത്? How is it possible to recognize about the loving kindness of God? ഒരു രോഗത്താൽ ഭാരപ്പെടുന്ന ഒരു മനുഷ്യന് തന്റെ ജീവിതത്തിൽ ഒരു സൗഖ്യം ലഭിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ദൈവത്തിന്റെ വളരെ ഒരു ദയ ആ മനുഷ്യന്റെ ജീവിതത്തിൽ അത് കടന്നു വന്ന് നമുക്ക് പറയാൻ കഴിയും. When someone is going through a very difficult time, an individual is facing challenges, we can perhaps say that they can experience the loving kindness of God. അതേ സാഹചര്യത്തിൽ ദാവീദ് പറയുകയാണ്, തന്റെ ജീവിതത്തിലെ വളരെ ബുദ്ധിമുട്ടേറിയ അവസ്ഥയിൽ കൂടി കടന്നു പോകുമ്പോൾ ദാവീദ് ആഗ്രഹിക്കുന്നത്, ദൈവമേ നിന്റെ ദയ എന്റെ ജീവിതത്തിൽ അതേ വെളിപ്പെടണമേ എന്നാണ് അവൻ ആഗ്രഹിക്കുന്നത്. And here we see the man of God David saying that he wishes to experience the loving kindness of God in this challenging trials of his life. അവൻ ഇങ്ങനെ പറയുകയാണ്, രാവിലെ നിന്റെ ദയ എന്നെ കേൾക്കുമാറാക്കണമേ. It says, Lord, in the morning time that I would experience your loving kindness. ആമേ. രാവിലെ ഞാൻ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ദൈവത്തിന്റെ ഒരു വിടുതൽ കണ്ട് എഴുന്നേൽക്കണമെന്നാണ് ദാവീദ് ആഗ്രഹിക്കുന്നത്. In fact, David's very desire is that the moment he opens his eyes in the morning, that he would see the loving kindness of God. ഹല്ലേലൂയ. ദാവീദിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഏത് വിഷയത്തിലാണ്? തന്റെ ജീവൻ അപകടപ്പെട്ട് പോകാമെന്ന സാഹചര്യത്തിലാണ് ദൈവത്തോട് അവൻ പറയുന്നത്, ദൈവമേ നിന്റെ ദയ രാവിലെ എന്നെ കേൾപ്പിക്കുമാറാകണമേ എന്ന് പറയുന്നത്. In fact, David says, hallelujah, in those moments where it is possible he may experience challenges, he may experience different kinds of trials, he says, Lord, I want to see your loving kindness. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് പറയാൻ കഴിയും രാവിലെ തോറും ദൈവത്തിന്റെ ദയ എന്റെ ജീവിതത്തിൽ കേൾപ്പിക്കുമാറാകണമേ എന്ന്? And how many of us would be able to say the same, Lord, I pray that every morning I would be able to see your loving kindness in my life. ഹല്ലേലൂയ. ദാവീദ് പറയുകയാണ്, രാവിലെ നിന്റെ ദയ കേൾക്കുമാറാകണം. ഇന്ന് പകൽക്കാലം സങ്കീർത്തനക്കാരനോട് ചേർന്ന് നിന്ന് നമുക്കും പറയാം, എന്റെ കുടുംബത്തിൽ ദൈവത്തിന്റെ ദയ കേൾക്കുമാറാകണം. എന്റെ തലമുറകളുടെ മേൽ ദൈവത്തിന്റെ ദയ കേൾക്കുമാറാകണം. എന്റെ ജോലിയുടെ മേൽ ദൈവത്തിന്റെ ദയ കേൾക്കുമാറാക്കണം. എന്റെ എല്ലാ മേഖലകളിലും ദൈവത്തിന്റെ ദയ കേൾക്കുമാറാകണം. That we too might be able to say, Lord, in every aspect of my life, whether that be my family, my personal life, in my work life, in my school, in my education, that I would be able to see the loving kindness
kindness of God. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന്റെ ദയ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ ഹല്ലേലൂയ ചിലപ്പോൾ നാം തകർന്നു പോകാൻ ഹല്ലേലൂയ ഇടയായി തീരുന്ന സാഹചര്യമുണ്ട്. If we don't have the loving kindness of God in our life, it is possible that we would falter, that we would fall. അതെ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ആരെങ്കിലും നമ്മളെ കുറ്റം പറയുമ്പോൾ, ആരെങ്കിലും നമ്മളെ പ്രയാസപ്പെടുത്തുമ്പോൾ ഹല്ലേലൂയ അതിൽ നിന്നൊരു വിടുതൽ ലഭിക്കണമെങ്കിൽ ദൈവത്തിന്റെ ദയ കൂടിയേ തീരൂ. If when people are challenging us, when there are people who stand in opposition to us, when there are people who throw words of scorn at us, it is only if we have the loving kindness of God that we would be able to stand. ആമേൻ. അതിനുശേഷം പറയാണ്, ഞാൻ നിന്നെ ആശ്രയിക്കുന്നുവല്ലോ, ഞാൻ നടക്കേണ്ടുന്ന വഴി എന്നെ അറിയിക്കണമേ. And then David goes on to say, for in you do I trust, cause me to know the way in which I should walk. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ആ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ദൈവത്തിന്റെ ദയകളെ അനുഭവിക്കുവാൻ തക്കവണ്ണം കയറി നിന്നെങ്കിൽ മാത്രമല്ലേ അത് കാലം നമുക്ക് അനുഭവിക്കുവാൻ കഴിയുകയുള്ളൂ. Is it only, hallelujah, it is only when we step into that place where we can experience the loving kindness of God, when we're in that right place, when we're in his presence, when we walk with him, that we would be able to experience his goodness. ആമേൻ. ഹല്ലേലൂയ. ആശ്രയിക്കുന്ന ഒരു മനുഷ്യന് മാത്രമേ ദൈവത്തിന്റെ ദയ അത് വേണ്ട വിധത്തിൽ അനുഭവിക്കുവാൻ കഴിയുകയുള്ളൂ. Only one who trusts in God would be able to experience that divine loving kindness. ആശ്രയിക്കുന്നവൻ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നാണ് പറയുന്നത്. How does it say that one who trusts should live their life? ഞാൻ നടക്കേണ്ടുന്ന വഴി എന്നെ അറിയിക്കണമേ. It says, show me the way in which I should walk. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന്റെ ദയ അനുഭവിക്കണമെങ്കിൽ ദൈവത്തിൽ ഒരു ആശ്രയം വെക്കണം. അവന്റെ പാതകളെ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയണം. If we want to experience the loving kindness of God, then we must put our trust in him. We must follow his path that he has set for us. അതിനുശേഷം വീണ്ടും പറയാണ്, ഞാൻ എൻ്റെ ഉള്ളം നിങ്ങളിലേക്ക് ഉയർത്തുന്നുവല്ലോ. And then it says again, for I lift up my soul to you. ഹല്ലേലൂയ. എന്ന് പകൽക്കാലം ഹല്ലേലൂയ എത്ര പേർക്ക് പറയാൻ കഴിയും, ഞാൻ എൻ്റെ ഉള്ളം ഹല്ലേലൂയ അത് യഹോവയിലേക്ക് ഉയർത്തുകയാണ്. How many of us can say this morning that I lift my soul in the presence of God? ഹല്ലേലൂയ. എൻ്റെ രക്ഷയും എൻ്റെ ദയമൊക്കെയും വരുന്നത് അത് എൻ്റെ ദൈവത്തിങ്കിൽ നിന്നാണ്. That my salvation, my refuge, my fortress, it is God. ആമേൻ. ഹല്ലേലൂയ. യഹോവേ എൻ്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. He says, deliver me, Lord, from my enemies. നിന്റെ അടുക്കൽ ഞാൻ മറവിനായി വരുന്നു. Because I come to you for shelter. ദയയ്ക്ക് ശേഷം ഹല്ലേലൂയ ഭക്തൻ കാണുന്നത് ദൈവത്തിങ്കിൽ ഒരു മറവാണ്. After experiencing the loving kindness of God, the man of God here sees a shelter, a hiding place in God. എന്തിനു വേണ്ടിയാണ് മറവ്? ഹല്ലേലൂയ. അത് വിടുതലിലേക്ക് നയിക്കപ്പെടുന്നതിന് വേണ്ടിയാണ് മറവിലേക്ക് വരുന്നത്. What is the purpose of a shelter? It is somewhere that keeps us, that it keeps us secure before we are led to a deliverance. ആരുടെ കയ്യിൽ നിന്നാണ്? ശത്രുവിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുവാൻ വേണ്ടി ദൈവസന്നിധിയിലേക്ക് ഒരു മറവിന് വേണ്ടി കടന്നു വരികയാണ്. And from whom? It is from the hands of the enemy that we require deliverance, and we run to God, for he is our refuge and our shelter. ഹല്ലേലൂയ. അതിനുശേഷമാണ് പറയുന്നത്, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ. And then he goes on to say, Lord, teach me to do your will. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ദയ അനുഭവിച്ചു. ഹല്ലേലൂയ. മറവ് കണ്ടു. ഹല്ലേലൂയ. അത് വിടുതൽ ഹല്ലേലൂയ കണ്ടു. ഹല്ലേലൂയ. അതിനുശേഷം ഹല്ലേലൂയ ദാവീദ് പറയുന്നത്, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ. Notice the sequence here. First of all, David, the man of God, speaks about God's loving kindness. And after experiencing the loving kindness of God, he runs to God for shelter and for deliverance from his enemies. And then we go on to see that after experiencing these things, we see a man of God who says, Lord, teach me to do your will. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലേക്കും ഹല്ലേലൂയ ഏറ്റവും പരാജയം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഇഷ്ടം മനസ്സിലാക്കാതെ ജീവിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ പരാജയം എന്ന് പറയുന്നത്. The greatest failure of our life is when we fail to recognize the will of God. ഹല്ലേലൂയ. തൻ്റെ പ്രയാസത്തിൽ ഇരുന്നു കൊണ്ട് ദാവീദ് പറയുന്ന കാര്യമാണ്, എൻ്റെ ഇഷ്ടം ചെയ്യുവാൻ, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ പഠിപ്പിക്കണമേ എന്ന്. And even while he goes through challenges and opposition, this is the prayer of the man of God. He says, Lord, teach me to do your will. ഇത്രയും പ്രയാസങ്ങൾ പ്രതികൂലങ്ങൾ ശത്രുവിന്റെ ഭീതികളൊക്കെയും തന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഭക്തൻ പറയുന്നത്, അതേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ എന്ന്. Despite all of those challenges that he's facing, despite the sorrow that is tormenting his soul, the man of God says, Lord, I don't want my will. I don't want to do what pleases me. Teach me to do your will. നമ്മളായിരുന്നെങ്കിൽ എന്ത് പറഞ്ഞാലേ, ഈ കഷ്ടകാലം എങ്ങനെയെങ്കിലും തീർന്നു പോയായിരുന്നെങ്കിൽ, ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടായിരുന്നെങ്കിൽ
എന്ന് നമ്മൾ പറഞ്ഞാലേ, എന്നാൽ ഭക്തൻ പറയുന്നത് ഹല്ലേലൂയ, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ എന്ന്. If it were you or I, we would have said, Lord, somehow take me through this period of trial, take me through this suffering, help me to see the other side, give me a deliverance. That's what I need right now. But the man of God here, his prayer is none of those things. He's not praying for deliverance or for healing or for any of these other things, but he's saying, Lord, teach me to do your will. ഹല്ലേലൂയ, സ്തോത്രം. ഇഷ്ടം പഠിക്കണമെങ്കിൽ ഹല്ലേലൂയ, ദൈവം എന്താണ് ഇഷ്ടപ്പെടുന്നത് നമ്മൾ പഠിക്കണം. If we want to recognize the will of God, then if we want to walk in his will, then we need to learn what the will of God is. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന്റെ ഇഷ്ടത്തെ പഠിക്കാതെ ഹല്ലേലൂയ, അത് ദൈവത്തിന്റെ ഹിതത്തെ മനസ്സിലാക്കാതെ ഹല്ലേലൂയ, നമുക്ക് ഹല്ലേലൂയ ദൈവം ആഗ്രഹിക്കുന്ന അതേ രീതിയിൽ തന്നെ ജീവിക്കുവാൻ ഒരിക്കലും സാധ്യമല്ല. It is not possible for us to live in a way that pleases God without recognizing what the will of God truly is. ആമേൻ. ഒരു വിദ്യാർത്ഥിയും അതേ ഒരു അധ്യാപകനും തമ്മിലുള്ള ബന്ധമാണ് അവിടെ കാണുന്നത്. ഹല്ലേലൂയ, അതേ ഹല്ലേലൂയ, പഠിക്കുവാനും ഹല്ലേലൂയ പഠിപ്പിക്കുന്നതുമായ ഹല്ലേലൂയ ഒരു സാഹചര്യം അവിടെ കടന്നു വരികയാണ്. ഹല്ലേലൂയ, അതേ ഹല്ലേലൂയ, ഇഷ്ടമില്ലാത്ത ഒരു അധ്യാപകന്റെ മുമ്പിൽ നമുക്ക് ഇരുന്ന് കൊടുക്കുവാൻ വളരെ പ്രയാസമാണ്. Notice here, the language that is being used appeals to the analogy of a student and a teacher. And so, just as a teacher is able to teach and instruct his student, so the student is able to learn. It is very difficult to learn from a teacher or a professor whom we do not like. ആമേൻ. സങ്കീർത്തനക്കാരൻ 40-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, 8-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, എൻ്റെ ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. Hallelujah. In Psalm 40 verse 8, we are reminded by the psalmist. He says, Lord, I delight to do your will. ആമേൻ. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ അവിടെ പറയുന്നത് ഹല്ലേലൂയ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. ഒരു അധ്യാപകന്റെ അടുത്ത് നിന്ന് ഹല്ലേലൂയ തന്റെ സ്റ്റുഡന്റ് ഹല്ലേലൂയ പറയുകയാണ്, ഹല്ലേലൂയ, നിന്നിൽ നിന്ന് ഞാൻ പഠിക്കുവാൻ വളരെ ഹല്ലേലൂയ ആഗ്രഹിക്കുന്നു. ദൈവം ഹല്ലേലൂയ, സ്തോത്രം, ഒരു അധ്യാപകനെ പോലെ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഹല്ലേലൂയ, ഒരു ശിഷ്യൻ ഹല്ലേലൂയ സ്നേഹിക്കുന്ന ഒരു ശിഷ്യനെ പോലെ ഹല്ലേലൂയ അവന്റെ പാഠങ്ങൾ മനസ്സിലാക്കി, അവന്റെ ഹിതം എന്തെന്ന് മനസ്സിലാക്കി, അവന്റെ ആഗ്രഹം എന്ന് മനസ്സിലാക്കി ജീവിക്കുമ്പോഴാണ് ഹല്ലേലൂയ ദൈവത്തിന്റെ ദയയും ദൈവത്തിന്റെ കരുതലും ദൈവത്തിന്റെ വിടുതലുകളൊക്കെയും നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ തക്കവണ്ണമിടയായി തീരുന്നത്. Notice here the relationship between a student and a teacher. The psalmist says that I delight to do your will. I want to do what you instruct me to do. That it comes from a place of relationship. It comes from a place of a well-founded love between that student and that teacher. And so, hallelujah, when the psalmist says here, Lord, teach me to do your will, it is, hallelujah, in the challenging times of our life, in the doubtful times of our life, when we don't know which step that we must take, that the will of God will guide us because we're founded in a trusting relationship with the master. ഹല്ലേലൂയ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഇങ്ങനെ പറയുന്നുണ്ട്, യോഹന്നാൻ സുവിശേഷത്തിൽ 4-ാം അധ്യായം അതിന്റെ 34-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, യേശു അവരോട് പറഞ്ഞത്, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എന്റെ ആഹാരം എന്ന് പറയുന്നുണ്ട്. Hallelujah, our glorified Lord, he said, hallelujah, during his ministry here on earth, he said to his disciples to do the will of the Father, that is my food. ഹല്ലേലൂയ. യേശു അങ്ങനെ കാലേ പറഞ്ഞെങ്കിൽ ഹല്ലേലൂയ അതിന് എന്തുമാത്രം കാലേ വാല്യൂ ഉണ്ട്. If Jesus himself said so highly about doing the will of the Father, then how significant that is in our lives. അപ്പോൾ യേശു പറയുന്നത് ഹല്ലേലൂയ ആ ഇഷ്ടം ചെയ്യുന്നതാണ് എൻ്റെ ആഹാരം എന്നാണ് ഹല്ലേലൂയ യേശു കർത്താവ് പറയുന്നത്. Notice the importance that Jesus gives to following the will of God. He says it is like his daily bread. It is his very food, doing the will of God. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ അല്ലെങ്കിൽ കർത്താവിൻ്റെ ദൈവത്തിൻ്റെ ഹല്ലേലൂയ ഇഷ്ടം ചെയ്യുവാൻ ഹല്ലേലൂയ പഠിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ പഠിക്കേണ്ടത് ഒരു ഹല്ലേലൂയ ഭക്തന്റെ ജീവിതത്തിൽ, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഹല്ലേലൂയ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. To be able to learn what the will of God is and to surrender and submit to the guidance of the Holy Spirit is paramount in the life of a believer. നമ്മൾ മികച്ച ഒരു വിദ്യാർത്ഥി ആയിരിക്കാത്തോടത്തോളം കാലം ദൈവത്തിൻ്റെ നന്മകളെ അതിൻ്റെ വേണ്ട വിധത്തിൽ നമുക്ക് അനുഭവിക്കുവാൻ കഴിയുകയില്ല. Unless we are able to, hallelujah, completely understand the will of God and seek and desire to know the heart of God, we will be unable to walk in the path that God sets for our life. ഹല്ലേലൂയ. ഒരു ഗുരുവിന്റെ കീഴേ ഹല്ലേലൂയ അതേ ഹല്ലേലൂയ വളരെ വിനയത്തോടെ വളരെ താഴ്മയോടെ ഹല്ലേലൂയ ചിലതൊക്കെ പഠിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ ഇരിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ ദൈവം ഹല്ലേലൂയ നമ്മളെ ചിലത് പഠിപ്പിക്കുവാൻ തക്കവണ്ണമിടയായി തീരും. If as we sit at the feet of a master, of a rabbi, if we're able to sit like students eager to learn, so the Holy Spirit will be able to instruct and guide us. ഹല്ലേലൂയ. അത് വീണ്ടും പറയുകയാണ്, നീ എൻ്റെ ദൈവമാകുന്നുവല്ലോ. It says, for you are my God.
നിന്റെ നല്ല ആത്മാവ് നേർനിലത്തിൽ എന്നെ നടത്തുമാറാകട്ടെ. Your spirit is good. Lead me in the land of uprightness. ഇഷ്ടം ഹല്ലേലൂയ അതേ പറഞ്ഞതിന് ശേഷം ദൈവത്തിന്റെ ഹല്ലേലൂയ ഇഷ്ടം പഠിപ്പിക്കണമെന്ന് പറഞ്ഞതിന് ശേഷം അത് വീണ്ടും ഹല്ലേലൂയ വേറൊരു രീതിയിൽ ഇങ്ങനെ പറയുകയാണ് ഹല്ലേലൂയ എന്നെ ഹല്ലേലൂയ നിന്റെ നല്ല ആത്മാവ് നേർനിലത്തിൽ ഹല്ലേലൂയ എന്നെ ഹല്ലേലൂയ നടത്തുമാറാകട്ടെ എന്ന്. After saying, the psalmist says and makes this prayer, Lord, teach me to do your will. He goes on to say to reiterate that same idea by saying, your spirit is good and let your good spirit lead me in the land of uprightness. ആമേൻ. ഇഷ്ടം പഠിച്ചതിന് ശേഷം ഹല്ലേലൂയ അതേ ഹല്ലേലൂയ അവനുണ്ടായ ഒരു മാറ്റം ഹല്ലേലൂയ അതേ നല്ല ആത്മാവിനെ ഹല്ലേലൂയ മനസ്സിലാക്കി നേർനിലത്തിൽ നടക്കുന്നതായ ഒരു അവസ്ഥയിലേക്ക് കടന്നു വരുവാനൊക്കെ ഇടയായി തീർന്നു. After learning the will of God, we see the next phase or the next situation that the next experience in this sequence is that he is able to recognize the call and guidance of the Holy Spirit leading him in the land of uprightness. ഹല്ലേലൂയ. അപ്പോൾ നേർനിലത്തിൽ നടക്കുക എന്നുള്ളത് ഹല്ലേലൂയ ദൈവത്തിന്റെ ഇഷ്ടമാണ്. And so we must recognize and appreciate that it is God's will and it is God's desire that we would walk in the right path. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നേർനിലത്തിൽ നടക്കുക എന്നുള്ളതാണ് ഒരു ഭക്തനെ കുറിച്ച് ഹല്ലേലൂയ ഒരു വിശ്വാസിയെ കുറിച്ച് അത് ദൈവം ആഗ്രഹിക്കുന്ന ഇഷ്ടമെന്ന് പറയുന്നത്. God's desire for you and I as children of God is that we would walk in the land of uprightness, to follow the right path in our lives. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ അവൻ നമ്മെ നേർനിലത്തിൽ നടത്തുവാൻ ഇടയായി തീരും. If this morning we're able to once again surrender ourselves into the hands of the Holy Spirit, he will lead and guide us in the land of uprightness, in the path of uprightness. നെഹമ്യാവിന്റെ പുസ്തകം 9-ാം അധ്യായം 20-ാമത്തെ ഭാഗത്തിൽ ഇങ്ങനെ പറയുന്നു, അവരെ ഉപദേശിക്കേണ്ടതിന് നീ നിന്റെ നല്ല ആത്മാവിനെ കൊടുത്തു. In Nehemiah chapter 9 verse 20 we read, thou gavest also thy good spirit to instruct them. ഹല്ലേലൂയ. അപ്പോൾ നല്ല ആത്മാവ് നമ്മുടെ ജീവിതത്തിൽ വന്നാൽ ഹല്ലേലൂയ നമ്മളെ ഉപദേശിച്ച് നടത്തേണ്ടുന്നതായ കാര്യങ്ങളെ അവൻ നമ്മളെ പഠിപ്പിക്കുവാനൊക്കെ ഇടയായി തീരും. If we have the good spirit coming into our lives, it will instruct us in the things of God. ഹല്ലേലൂയ. സ്തോത്രം. നിന്റെ നല്ല ആത്മാവ് ഹല്ലേലൂയ എന്നെ നേർനിലത്തിൽ കൂടി നടത്തി ഹല്ലേലൂയ ദൈവത്തിന്റെ ഹിതങ്ങളെ പഠിപ്പിക്കുന്ന അവസ്ഥയിൽ കൂടി എന്നെ കൊണ്ടുപോകുന്നു. Your good spirit, the spirit of God that is good and perfect, instructing me and leading me in the path of uprightness, in the right path for my life. ഹല്ലേലൂയ. സ്തോത്രം. ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിക്കുന്നതായ ഒരു ജനത്തെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. God desires for a people who delight in the will of God, who desire to do the will of God and receive the promises of God. ഹല്ലേലൂയ. സ്തോത്രം. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ അതേ പ്രവർത്തനങ്ങൾ ഹല്ലേലൂയ അതിന്റെ ഹല്ലേലൂയ ബലത്തോടെ മഹത്വത്തോടെ വെളിപ്പെടുവാനൊക്കെ ഇടയായി തീരണം. If we wish to have this experience in our life, then we must yearn and long for the manifestation of the Holy Spirit and the instruction of the Holy Spirit in our lives. അതുകൊണ്ടാണ് ഹല്ലേലൂയ മാറി ദൈവം നമ്മളോട് സംസാരിക്കുന്നത് പരിശുദ്ധാത്മാവിനെ കുറിച്ച്. അതേ ഹല്ലേലൂയ സഭ എങ്ങനെയായിരിക്കണം, അതേ വ്യക്തി ജീവിതങ്ങൾ എങ്ങനെയായിരിക്കണം, തലമുറകൾ എങ്ങനെയായിരിക്കണം, സഭ എങ്ങനെയായിരിക്കണമെന്ന് ഹല്ലേലൂയ വ്യക്തമായ ദൂതുകൾ ഓരോ മെസ്സേജിൽ കൂടി ദൈവം നമുക്ക് പകർന്നുകൊണ്ടിരിക്കുന്നത്. That is why we are constantly hearing the messages about the Holy Spirit. We're being reminded of the importance of the guidance and instruction and counsel of the Holy Spirit as individuals and as a church, to never waver or to never wander from the path of God, but to be constantly guided by His Holy Spirit. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ വേണ്ട വിധത്തിൽ നടന്നില്ലെങ്കിൽ ഹല്ലേലൂയ നമുക്ക് ഈ അവസ്ഥയിൽ കൂടി കടന്നു പോകാൻ കഴിയുകയില്ല. If we do not have the guidance of the Holy Spirit in our lives, we will not be able to experience what the psalmist here describes. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആഗ്രഹം എന്ന് പറയുന്നത്, ദൈവത്തിന്റെ ഇഷ്ടം എന്ന് പറയുന്നത് സഭ ഹല്ലേലൂയ സ്തോത്രം അതേ ഹല്ലേലൂയ മുട്ടോളമല്ല, അരയോളമല്ല, നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത ഒരു ഹല്ലേലൂയ ആത്മസാന്നിധ്യത്തിലേക്ക് കൊണ്ടുപോകാനാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഇഷ്ടം എന്ന് പറയുന്നത്. Let me tell you again, the desire of God is for us not to remain as we are, but instead to take us into an experience of the Holy Spirit that is not up to our ankles, not up to our knees, not up to our waist, but an experience of the Spirit of God that is like a river that overflows, that we will not be able to stand, but we will have to swim in the experience of the Holy Spirit. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ദൈവത്തിന്റെ ആഗ്രഹത്തെ നാം തിരിച്ചറിയണം, ദൈവത്തിന്റെ ഇഷ്ടത്തെ നാം തിരിച്ചറിയണം. അന്ത്യകാലമാണ് ഹല്ലേലൂയ. സകല ജഡത്തിന്റെ മേലും ഹല്ലേലൂയ തന്റെ ആത്മാവിനെ പകരാമെന്ന് പറഞ്ഞ ഒരു വാഗ്ദത്തം നമ്മുടെ മുമ്പിൽ കിടപ്പുണ്ട്.
We need to recognize in these last days that we are drawing close to the return of Christ, and it is important, hallelujah, to remember the promise of God that he will pour out his spirit on all flesh. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ആണ്ടിന്റെ അവസാനത്തേക്ക് കടന്നു വന്നപ്പോൾ നമുക്കൊന്ന് സ്വയം ശോധന ചെയ്യണം. ഞാൻ എത്രത്തോളം ഹല്ലേലൂയ ആ വാഗ്ദത്തത്തോട് ഹല്ലേലൂയ അടുത്ത് വന്നിരിക്കുന്നു. ആ വാഗ്ദത്തം എൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ടോ, ആ വാഗ്ദത്തം, ആ ദൈവത്തിന്റെ ഹിതം എൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ടോ എന്ന് എത്ര പേർക്ക് ഹല്ലേലൂയ മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്? As we draw close to another, as we draw to a close and in another year of our lives, we need to examine ourselves and ask ourselves the question, how much have I been able to come to the fulfillment of that promise in my life, to be able to experience the fullness of the Holy Spirit in my personal walk with Jesus? ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന്റെ വാഗ്ദത്തമാണ് ഹല്ലേലൂയ. ദൈവം പകരാമെന്ന് പറഞ്ഞ വാഗ്ദത്തം, അതേ ഹല്ലേലൂയ പഴയ നിയമത്തിൽ കൂടി ഹല്ലേലൂയ അതേ ഹല്ലേലൂയ വെളിപ്പെടുത്തിയ വാഗ്ദത്തം, യേശു വെളിപ്പെടുത്തിയ വാഗ്ദത്തം, അതേ ഹല്ലേലൂയ അപ്പോസ്തലന്മാർ ഹല്ലേലൂയ പറഞ്ഞ വാഗ്ദത്തങ്ങൾ ഹല്ലേലൂയ അത് അവരുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനൊക്കെ ഇടയായിത്തീരുന്നു. ഇന്ന് പകൽക്കാലം എത്രയധികം ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ആ സാന്നിധ്യം വെളിപ്പെട്ടിട്ടുണ്ട്. How much have we been able to experience the presence and guidance and instruction of the Holy Spirit that Jesus spoke about, that he promised to his disciples, saying that it is good for you that I leave, because I will send a comforter who will come and counsel you, he will guide you. Have we been able to experience that and realize that in our lives? ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം അതിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. If we turn to the book of Acts chapter 2 verse 1 to 4. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ വായിച്ചത് ഹല്ലേലൂയ നമുക്കെല്ലാവർക്കും വളരെ അതേ ഹല്ലേലൂയ നന്നായി അറിയാവുന്നതായ ഹല്ലേലൂയ ഒരു വേദഭാഗമാണ്. പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നതായ ഒരു ഹല്ലേലൂയ സന്ദർഭമാണ് അവിടെ നമ്മൾ വായിക്കാൻ ഇടയായിത്തീരുന്നത്. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് കൂടിയിരുന്ന് ഹല്ലേലൂയ ദൈവത്തെ സ്തുതിക്കുന്നതായ ഒരു അനുഭവം. We are very familiar with this passage of scripture that we read, the coming of the Holy Spirit on the day of Pentecost. ഹല്ലേലൂയ. അവിടെ ഹല്ലേലൂയ ഒരുക്കപ്പെട്ട ഒരു ജനത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. And there we are able to see a people who are prepared. ഹല്ലേലൂയ. ഈ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടണമെങ്കിൽ നമുക്കൊരു ഒരുക്കം ഹല്ലേലൂയ ആവശ്യമാണ്. If we want to experience the move of the Holy Spirit in our lives, we need, hallelujah, a preparation. ഒരുക്കമില്ലാത്ത ജനത്തിന്റെ മുമ്പിൽ ഹല്ലേലൂയ ദൈവം ഇത് വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നില്ല. God does not wish to reveal any of the mysteries of scripture or mysteries of his nature to those who are unprepared. നീ എന്തുമാത്രം ഒരുക്കപ്പെടുന്നുവോ അത്രയും ദൈവം നിനക്ക് പകർന്നു തരുവാനൊക്കെ ഇടയായി തീരും. However much, hallelujah, you spend to prepare your hearts, to prepare your expectations, God wishes to pour out to you and to reveal to you in such manner. ഹല്ലേലൂയ. ഈ കൂട്ടം ജനങ്ങൾ ഹല്ലേലൂയ കർത്താവിന്റെ ഹല്ലേലൂയ ശിഷ്യന്മാരുണ്ട്, അതേ കൂടെ വന്ന ഹല്ലേലൂയ വിശ്വാസ സമൂഹമുണ്ട്. ഇവരൊക്കെയുമാണ് ഇവിടെ കൂടെ ഇരുന്നത്. ഹല്ലേലൂയ അവർക്കൊക്കെയും അതേ പഴയ നിയമത്തിൽ കൂടി അനുഭവിച്ചതും അതേ അവർ അറിഞ്ഞു കേട്ടറിഞ്ഞതും ഒക്കെ അതേ ഒരു സാന്നിധ്യമാണ് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം എന്ന് പറയുന്നത്. In fact, the people who are here that we see in this chapter are people who are prepared, so much so that they understand, hallelujah, theoretically through the Old Testament books and through their experience the importance and the guidance of the Holy Spirit. ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 49-ാമത്തെ ഭാഗത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും, നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പിൻ എന്നും അവരോട് പറഞ്ഞു. And we're reminded in Luke chapter 24 verse 49, Jesus says to them, behold, I send the promise of my Father upon you, but wait in the city of Jerusalem until you are endued with the power from on high. അപ്പോൾ ഇവരുടെ മുമ്പിൽ ഈ ഒരു സാഹചര്യമാണ് ഉള്ളത്. ഈ ഒരു സാഹചര്യത്തെ കണ്ടുകൊണ്ടാണ് ഇവർ ഒരുക്കത്തോടെ ഇരിക്കുവാനൊക്കെ And so they have this in the forefront of their minds. They are preparing themselves, awaiting this promise of Jesus. ഇവർ ഹല്ലേലൂയ തിരുവചനത്തിൽ കൂടി വായിച്ചും മനസ്സിലാക്കിയും കണ്ടതായ ചില കാര്യങ്ങളുണ്ട്. മോശ ദൈവ സാന്നിധ്യം അനുഭവിച്ചു, അതേ ഏലിയാവ് ദൈവ സാന്നിധ്യം അനുഭവിച്ചു, അങ്ങനെ പല ഭക്തന്മാരും ഹല്ലേലൂയ ദൈവ സാന്നിധ്യം അനുഭവിച്ചതായ ഒരു അനുഭവം ഹല്ലേലൂയ ഒരു കേട്ടറിവ് ഹല്ലേലൂയ ഇവർക്കൊക്കെയും അറിയുവാനൊക്കെ ഇടയുണ്ട്. And all of those who have gathered here in chapter 2 are individuals who have heard the promise of Jesus, but moreover
they've recognized through the Torah and through the scriptures that there was a presence of God that Moses was able to experience. There was a presence of God that came upon Elijah. There was a presence of God and a move of the Holy Spirit and a power that came from on high through many of the men of God in the scriptures. ആമേൻ. ഇതിന്റെ ഒരു നടുവിലാണ് ഈ ജനം ഈ സ്ഥലത്ത് ഇങ്ങനെ കൂടിയിരുന്ന ഒരുക്കപ്പെട്ട് കൂടിയിരിക്കുവാന്നൊക്കെ ഇവിടെയായി തീർന്നത്. And it is in this context that these people are sat awaiting the power from on high that Jesus promised. അപ്പോൾ അവിടെ ഒരുക്കപ്പെട്ട ഒരു ജനസമൂഹത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. And so there, firstly, we can see a group of people who are prepared. രണ്ടാമത് വിശ്വാസമുള്ള ഒരു കൂട്ടത്തെ അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. And the next quality or characteristic we can see of this people is that there are people who have faith. ഇവർ വിശ്വസിച്ചില്ലെങ്കിൽ ഈ മാളികമുറികൾ ഇവർക്ക് ഒരുമിച്ച് ഇരിക്കുവാനൊക്കെ കഴിയുകയില്ല. If they didn't have faith, they wouldn't come together and sit in this upper room. ദൈവം എന്തൊക്കെയോ പകരുമെന്നുള്ള വളരെയേറെ ഒരു വിശ്വാസം ഇവർക്കുണ്ടായിരുന്നു. They had a great hope and expectation. No, they had faith that God would reveal himself to them. നമ്മളായിരിക്കുന്നത് വിശ്വാസമില്ലാതെ നഷ്ടപ്പെട്ട് ത്യാഗം ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത്. We live and we have our daily walks in a situation and circumstance where the Son of Man says that he questions whether he will even find faith. ആമേൻ. ഇതിന്റെ നടുവിലാണ് വിശ്വാസത്തോടുകൂടി കാത്തിരിക്കുന്ന ഒരു ജനത്തെ കാണുന്നത്. And yet in the midst of that we see here a people who are preparing themselves, awaiting with great expectation and faith. മൂന്നാമത് ഇവർ വേർപെട്ട ഒരു കൂട്ടമായിരുന്നു. And then thirdly we see that they are a separated people. ഹല്ലേലൂയ. ന്യായപ്രമാണത്തിന്റെ കീഴിൽ ജീവിച്ച ഈ ഒരു മനുഷ്യർ അതേ വാഴ്ത്തപ്പെട്ട കർത്താവ് ഭൂമിയിൽ കടന്നു വന്നു. അവൻ മരിച്ചു, മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു, അവൻ സ്വർഗ്ഗാരോഹണം ചെയ്തു. അതിന്റെ ഫലമായി ഇവർ കൂടിയിരിക്കുമ്പോൾ ഇവർ സെപ്പറേറ്റഡ് ആയിട്ട ഒരു ജനസമൂഹമാണ്. Notice that this people group, having recognized the truth of the Torah and the prophets, having recognized the promises and prophecies of the scripture, acknowledge that Jesus Christ is Lord and acknowledge that he is a Son of God, that he came and he lived and he died and that he ascended into heaven, having left with them a promise. And that is the people who are here having separated themselves. Hallelujah. സ്തോത്രം. വേർപെട്ട ഒരു കൂട്ടത്തിന്റെ നടുവിൽ ദൈവം തന്റെ ആത്മാവിനെ പകരുവാനൊക്കെ ഇടയായി തീരും. Notice that among this people who are separated, God sent his Holy Spirit. ഹല്ലേലൂയ. സ്തോത്രം. അങ്ങനെ മൂന്ന് വിധത്തിലുള്ള കാര്യങ്ങളാണ് ഈ ജനസമൂഹത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. And so I've highlighted to you three different aspects, characteristics of this people who are preparing themselves in chapter 2 of Acts. എന്നാൽ നാലാമത് മറ്റൊരു കാര്യമുണ്ട്. ഇവർ വാഗ്ദത്തത്തെ കാത്തിരിക്കുന്ന ഒരു മനുഷ്യരാണ്. But there is a fourth thing that I want to tell you. These were a people who are expectant of a promise. ആ വാഗ്ദത്തമാണ് ലൂക്കോസ് പറഞ്ഞത്, എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കുമെന്ന് പറഞ്ഞ വാഗ്ദത്തം. And what is that promise? It is what we read in the Gospel of Luke. The promise of my Father will be sent upon you. ആ വാഗ്ദത്തമാണ് മർക്കോസിന്റെ മാളികമുറിയിൽ 120 പേരുടെ മേൽ ദൈവം അയക്കുവാനൊക്കെ ഇടയായി തീർന്നത്. And it is that very promise that fulfilled itself in the book of Acts as they gathered together in the upper room. ഹല്ലേലൂയ. സ്തോത്രം. അതേ പ്രതീക്ഷയോടെ ഇരുന്ന ഒരു ജനമുണ്ട്, അതേ ഒരുക്കപ്പെട്ടിരുന്ന ഒരു ജനമുണ്ട്, അതേ വിശ്വാസത്തോടെ ഇരുന്ന ഒരു ജനമുണ്ട്, അതേ വേർപെട്ട ഒരു ജനമുണ്ട്, അതേ വാഗ്ദത്തെ നോക്കിയിരുന്ന ഒരു ജനമുണ്ട്. ഇവരുടെ നടുവിലാണ് ദൈവം തന്റെ സ്തോത്രം അതേ വാഗ്ദത്തെ നിറയ്ക്കുവാനൊക്കെ ഇടയായി തീർന്നത്. Notice here we have a people group who expected with great hallelujah anticipation of the promise of the Father. They had faith, they were separated, and they were people who had prepared their hearts. ഹല്ലേലൂയ. ഇവർ വെറുതെ ഇരിക്കുകയല്ലായിരുന്നു, ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. And they weren't sat, hallelujah, complacently. They were sat with intention and with purpose. They were praising and they were worshiping God. Hallelujah. ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ദൈവം ഇത് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുവാനൊക്കെ ഇടയായി തീരും. If we have these qualities in our life also, God is more than faithful to reveal himself to us. Hallelujah. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് ആഗ്രഹമുണ്ട് എൻ്റെ ദൈവത്തിന്റെ ഇഷ്ടം ഇതാണ് ആ ആത്മാവിന്റെ സാന്നിധ്യമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. How many of us have that prayer to say, Lord, I surrender myself to your desire, for your will over my life is that the promise of the Father, the fullness of the Holy Spirit would come upon me and that I would be guided by the leadership of your Spirit.
അതേ ദാവീദ് പറയുന്നുണ്ട് ഹല്ലേലൂയ, എൻ്റെ ആത്മാവ് കാംക്ഷിക്കുകയാണ് ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രവർത്തികൾ എൻ്റെ ജീവിതത്തിൽ ഹല്ലേലൂയ വെളിപ്പെടുവാണ്ടൊക്കെ വേണം. In fact, the psalmist David says, I desire, my soul longs to see the work of God in my life. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഹല്ലേലൂയ ആദിമ നൂറ്റാണ്ടിൽ ഹല്ലേലൂയ പിതാക്കന്മാരുടെ മേൽ പകർന്നതായ ആ ദൈവ സാന്നിധ്യം ഹല്ലേലൂയ എൻ്റെ മേലും ഹല്ലേലൂയ എൻ്റെ കുടുംബത്തിന്റെ മേലും എൻ്റെ തലമുറകളുടെ മേലൊക്കെ വെളിപ്പെടുവാണ്ടൊക്കെ വേണം. How many of us today, as we hear and surrender ourselves to this word, have the prayer and the desire that, Lord, I too want to experience the same power of the Holy Spirit that came down upon your people in the first century. I want that same power and that same glory and that same, hallelujah, guidance, instruction of the Holy Spirit in my life and my family's life. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന് വളരെ ആഗ്രഹമാണ് ജനത്തിന്റെ നടുവിൽ ഇത് പകരുവാൻ. ദൈവത്തിന് വളരെ ഇഷ്ടമാണ് അതേ കാലത്ത് തന്നെ ജനത്തിന്റെ മേൽ ഇത് പകരുവാൻ. God is eager to send His Spirit. His desire and His will is for us to experience more of Him and to have the power of the Holy Spirit to lead us. ഹല്ലേലൂയ. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കുന്നതിന്റെ കാരണം എന്താണ്? ഹല്ലേലൂയ. ഒരുക്കപ്പെടാതിരിക്കുന്നതാണ് ചിലതിന്റെ കാരണം. ഹല്ലേലൂയ. വിശ്വാസമില്ലാതിരിക്കുന്നതാണ് ചിലതിന്റെ കാരണം. ഹല്ലേലൂയ. അല്ല വേർപെടാതെ ഹല്ലേലൂയ അതേ ലോകചിന്തകളിൽ കൂടി പോകുന്നതാണ് മറ്റൊരു കാരണം. ഹല്ലേലൂയ. വാഗ്ദത്തത്തെ മറന്നു പോകുന്നതാണ് അതേ ഇതിനെ തടസ്സമായി നിൽക്കുന്ന മറ്റൊരു കാരണം. We need to recognize that sometimes the reason we're not able to realize the fulfillment of the promise of the Father, the promise of Jesus, is many times because we lack the faith, because sometimes we're not living separated lives from the world, because we're not expectant of the promise of God, because we're not having a heart that is prepared for what is to come. ഹല്ലേലൂയ. ഇത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. ഹല്ലേലൂയ. നമുക്ക് തരാമെന്ന് പറഞ്ഞ വാഗ്ദത്തമാണ്. ഹല്ലേലൂയ. നിന്റെ ജനത്തിന്റെ മേൽ ഹല്ലേലൂയ പകരാമെന്ന ഒരു വാഗ്ദത്തമാണ്. ഹല്ലേലൂയ. ദൈവം ഹല്ലേലൂയ ആഗ്രഹിക്കുന്നവർക്ക് അതിന്റെ അളവിൽ ഹല്ലേലൂയ പകർന്നു കൊടുക്കുവാൻ തക്കവണ്ണം ഹല്ലേലൂയ ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഇഷ്ടം അതാണ്. ഹല്ലേലൂയ. നീ ആത്മനദിയിൽ നിറയപ്പെടുവാൻ തക്കവണ്ണം നീ ആത്മാവിൽ നീന്തുന്ന അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ തക്കമാണ് ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. You must recognize that this is the will of God. This is the promise of God, that God wishes to send His Holy Spirit, that you would experience the flow of the river of the Holy Spirit in your life, that you would be able to swim in that complete experience, being engulfed by His will, being engulfed by His leadership and guidance. Hallelujah. ആഗ്രഹിച്ച ഒരു ജനത്തിന്റെ നടുവിൽ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് പകരുന്നത് ഹല്ലേലൂയ സ്തോത്രം. അതേ കൊടിയ കാറ്റടിക്കുന്നത് പോലെ ഒരു അനുഭവം. ഹല്ലേലൂയ. കാറ്റ് ഹല്ലേലൂയ ആത്മാവിനെ കാണിക്കുകയാണ്. അതേ പരിശുദ്ധാത്മാവിനെ കാണിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. അത് ഹല്ലേലൂയ അഗ്നിജ്വാല പോലെ അതൊരു പിളർന്ന നാവ് പോലെ ആ ജനത്തിന്റെ മേൽ പതിയുവാനൊക്കെ ഇടയായി തീർന്നു. Notice here we see that a people who are prepared, who are waiting patiently and eagerly for the expectant promise of God, upon them a great wind began to blow. And that wind is symbolic of the power of the Holy Spirit, and that came upon those who were waiting for the Holy Spirit. ഹല്ലേലൂയ. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ ദൈവത്തിനൊരു സമയമുണ്ട്. ഹല്ലേലൂയ. ആ സമയത്ത് നീ ഒരുക്കപ്പെട്ട് നിൽക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ നീ വേർപെട്ട് നിൽക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ നീ വാഗ്ദത്തത്തെ കാംക്ഷിച്ച് നിൽക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ നീ ഹല്ലേലൂയ വളരെ പ്രതീക്ഷയോടെ നിൽക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ ദൈവം ഹല്ലേലൂയ നിനക്ക് വേണ്ടി ഒരു സമയം കുറിച്ച് വെച്ചിട്ടുണ്ട്. Notice hallelujah, the verse says that when the fullness of the day had come, realize Hallelujah. that God has set a day and Amen. a time. Hallelujah. If you are patiently waiting for Him in His good and perfect time, He will fulfill His plans and purposes over your life. ഹല്ലേലൂയ. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. ഹല്ലേലൂയ. Can we take a moment just to close our eyes in prayer? ഹല്ലേലൂയ. ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഹല്ലേലൂയ. surrender ourselves in God's ദൈവത്തിന്റെ hands? ഇഷ്ടം ഹല്ലേലൂയ പഠിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ ഇഷ്ടം എന്തെന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം To say, Lord, I want to recognize your will. I want to recognize what your desire is over my life. ഹല്ലേലൂയ. ദൈവം ആഗ്രഹിക്കുന്നത് മനസ്സിലാക്കാതെ നിനക്കത് ലഭിക്കുവാൻ കഴിയുകയില്ല. Without, hallelujah, understanding the heart of the Father, you will be unable to receive and to walk in the promises of His Son. ദൈവം ആഗ്രഹിക്കുന്ന അളവിലേക്ക് നീ എത്തപ്പെടണമെങ്കിൽ നീ കടമ്പകളൊക്കെയും കടന്ന ഹല്ലേലൂയ ആ വിധത്തിൽ നിന്നെങ്കിൽ മാത്രമേ ദൈവം നിന്നെ നിറയ്ക്കുവാൻ തക്കവണ്ണം ഇടയായി തീരുകയുള്ളൂ. If you wish to be filled, hallelujah, if you wish to have a fullness of this experience, you need to have a heart of preparation, separating yourself from the things of this world. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു നിമിഷം ഹല്ലേലൂയ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഈ ഹല്ലേലൂയ വിടുതൽ ഹല്ലേലൂയ ഈ പരിശുദ്ധാത്മാവിന്റെ നിറവ് ഹല്ലേലൂയ ആത്മ നിറവ് ഹല്ലേലൂയ ആത്മ സാന്നിധ്യ നിറവ് എൻ്റെ മേലൊന്ന് പകരുവാണ്ടൊക്കെ വേണം. ഞാൻ ഒരുക്കത്തോടെ ഇരിക്കുന്നത് ദൈവമേ ഹല്ലേലൂയ ഞാൻ ആ വാഗ്ദത്തം നേടുവാണ്ടൊക്കെ വേണം വളരെ കാംക്ഷയോടെ ആയിരിക്കുന്നു. നീ എൻ്റെ മേലൊന്ന് പകരണമേ എന്ന് എത്ര പേർക്ക് പറയുവാൻ
കഴിയും? How many of us can have this prayer to say, Lord, I wish to have the infilling of your Holy Spirit. I wish to Hallelujah. experience, hallelujah, the Amen. move of the Holy Spirit in my life. I don't want to live, hallelujah, this life, this walk alone. I want to walk hand in hand with the counsel and the guidance and the instruction of the good teacher that is the Holy Spirit in my life. Hallelujah. ഓ ശംദരാരകതര വൈഡവരംധര യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയമെടുക്കുന്നു, രക്തത്താൽ ജയമെടുക്കുന്നു, ദൈവ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. ഓ രക്തത്താൽ ജയമെടുക്കുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, നീ ഞങ്ങളുടെ മേൽ അധിവസിക്കുമാറാകണമേ. ഹല്ലേലൂയ. Jesus, send your രക്തം spirit ജയം, upon us, രക്തം O ജയം, God. രക്തം ജയം. Send the power of your spirit upon us, O Lord. ഹല്ലേലൂയ. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങളെ വാഴ്ത്തുകയാണ്, സ്തുതിക്കുകയാണ്. സ്തോത്രം പിതാവേ. കേൾക്കപ്പെട്ടതായ വചനം ഞങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹമാക്കി തീർക്കണമേ, വിടുതലാക്കി തീർക്കുമാറാക്കണമേ. ഞങ്ങളൊരു ഹല്ലേലൂയ ഒരു വാഗ്ദത്തത്തിന് വേണ്ടി കൊതിക്കുന്ന ഒരു മനുഷ്യരായി തീരുവാൻ തക്കവണ്ണം, ഞങ്ങൾ ഹല്ലേലൂയ സ്തോത്രം ഒരു വേർപെട്ട സമൂഹമായി നിൽക്കുവാൻ തക്കവണ്ണം, ലോക ചിന്തകളെ ഹല്ലേലൂയ ഞങ്ങളുടെ കുറവുകളെയൊക്കെ മാറ്റി ഹല്ലേലൂയ ദൈവപ്രവൃത്തിക്ക് വേണ്ടി ഹല്ലേലൂയ ആയി തീരുവാൻ തക്കവണ്ണം ഞങ്ങളെ ശക്തീകരിക്കുമാറാകണമേ. അതേ ഹല്ലേലൂയ ഒരു വിശ്വാസമുള്ള ഒരു കൂട്ടമായി തീരുവാൻ തക്കവണ്ണം, ഒരു ഒരുക്കപ്പെട്ട കൂട്ടമായി തീരുവാൻ തക്കവണ്ണം ദൈവമേ ഞങ്ങളെ നീ സഹായിക്കുമാറാകണമേ. നിന്റെ കൃപയില്ലാതെ ഞങ്ങൾക്കത് ചെയ്യുവാൻ കഴിയുകയില്ല ദൈവമേ. ഞങ്ങൾ അതിനു വേണ്ടി ശക്തീകരിക്കുമാറാകണമേ. ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു പിതാവേ. അങ്ങ് ദൈവമേ നിറയ്ക്കുന്ന കൃപയ്ക്ക് ആസ്വദിക്കുന്നു. സകലവും യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ പിതാവേ കേൾക്കുമാറാകണം. ആമേൻ. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.